ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആയിട്ട് നമുക്ക് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാം. ഇന്നാണല്ലോ അതിന് സമയം കിട്ടുക. ഇതാണ് എൻ്റെ റൂമിൻ്റെ പരിതാപകരമായ അവസ്ഥ. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ഐശ്വര്യമായിട്ട് അളിയൻ വേഴ്സസ് അളിയൻസും വെച്ച് അങ്ങ് തുടങ്ങി. ഇതിപ്പോൾ അമ്മയുടെ അടുത്തൊന്നും കിട്ടിയ സ്വഭാവമാണ് കേട്ടോ. അമ്മ ഇത് ഫുൾ ടൈം കാണുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്കും അത് ശീലമായി. എന്നിട്ട് ഇത് എനിക്ക് പൊടി അലർജി ആയതുകൊണ്ട് തുണിയൊക്കെ കിട്ടിയിട്ട് ഒരു പട്ടി ഷോ കാണിച്ച് ക്ലീൻ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൽ തന്നെ തുടങ്ങാമെന്ന് വെച്ചു. റൂമിൽ ബെഡിൽ ഓരോ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ക്ലീനാക്കി. പിന്നെ ആ തലയണയും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വെളിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. വെയിലുണ്ടെന്ന് കരുതി തുറന്നതാണ്, പക്ഷേ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും വെളിയിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇനിയും ബെഡും എല്ലാം എടുത്ത് വെളിയിൽ കൊണ്ട് ഇടണം. അപ്പം ഞാൻ അതും ചുമ്മിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. ഒരെണ്ണം കൊണ്ടിട്ട് ഇനി അതേപോലെ 3 കൊണ്ടിടാനുണ്ട്. അങ്ങനെ ബെഡും കാര്യങ്ങളെല്ലാം ഞാൻ പുറത്ത് കൊണ്ടിട്ട് ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടി തുടങ്ങണം. ഇത് കഴിയുമ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ചോറ് വെക്കാം. ഞാനപ്പോൾ പോയിട്ട് അരി കഴുകി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ഈ ക്ലീനിങ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് വെന്തോളുമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി. പിന്നെ റൂമിൽ നിന്ന് ആ ജനലിൽ മൊത്തം പൊടിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതും തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ പുറത്ത് മഴ പെയ്യാൻ പോകുന്നു. അപ്പാടെ ഞാൻ ഓടിപ്പോയി എൻ്റെ ബെഡൊക്കെ എടുത്ത് അകത്തിട്ടിട്ട് അതെങ്ങാനും നനഞ്ഞ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിത് എന്ത് ചെയ്തേനെ. പിന്നെ ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി അകത്തിട്ട് എൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി. ഇത് സ്ഥിരം കാഴ്ചയാണ്. എത്ര തുണി കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ തുമ്മലിന് ഒരു മാറ്റമില്ല. പിന്നെ ഞാൻ റൂം മൊത്തം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നീ ഉണങ്ങി കിട്ടിയിട്ട് വേണം ഈ കിടക്കുന്ന സാധനങ്ങൾ മൊത്തം എടുത്ത് അകത്തിടാൻ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു പരിപ്പ് കറിയും കൂടെ വെച്ചായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പരിപ്പിന് കടുകും താളിച്ചിട്ടിട്ട് റൂം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കലാണ്. അടുക്കളയുടെ അവസ്ഥ ഉണ്ടല്ലേ. ഇനി ഇത് വൃത്തിയാക്കി എടുക്കണം. ഇനി ആ റൂമിലോട്ട് സാധനങ്ങൾ മൊത്തം എടുത്തിടാം കേട്ടോ. അങ്ങനെ റൂം ഓൾ സെറ്റായിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ. ആഹാ. ഇനി അടുക്കളയുടെ ജനലെല്ലാം തുടച്ച് ഞാൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം പൊടിയാന്ന്. പിന്നെ സ്റ്റൗവും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കി ആ സ്റ്റൗവൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ പിന്നെ ആ പാതകം ഫുള്ളങ്ങ് വൃത്തിയാക്കി എടുത്തിട്ടാണ്. പാതകം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഈ തട്ടിനെയാണ് പാതകം എന്ന് പറയുന്നത്. പിന്നെ ഒരു ചമ്മട് പാത്രം കഴുകാനുണ്ടായിരുന്നു, അത് ഫുള്ള് കഴുകിക്കൊണ്ടിരിക്കും. ഇതാണെങ്കിൽ കഴുകിയിട്ടും തീരുന്നില്ല. ഒരാളും കൊണ്ട് ഇത്ര പാത്രം ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴുകിയിട്ട് ഞാൻ സിങ്കും കൂടെ കഴുകിയിട്ട് അടുക്കള പതുക്കെ തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തൂത്ത് സൈഡാക്കിയിട്ട് വേണം ഒന്ന് തുടയ്ക്കാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ ഒരു ആവേശത്തിൽ ഞാൻ എല്ലാം തൂത്ത് ഇനി തുടച്ചും കൂടെ കഴിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ തുടയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അടുക്കള ഫുള്ള് തുടച്ചെടുത്ത് കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. ആഹാ, അന്തസ്. ഇനി ഒരാഴ്ചത്തേക്ക് വൃത്തിയാക്കണ്ട. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, സീ യു.